അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വ അസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അങ്ങനെ മനോഹരമായി സൃഷ്ടിച്ച മനുഷ്യരിൽ പുരുഷന്മാർക്ക് അവരുടെ പൗരുഷത്തിൻ്റെയും ഗാംഭീര്യത്തിൻ്റെയൊക്കെ ഭാഗമായി അള്ളാഹു താടി നൽകുകയുണ്ടായി മുഖത്ത്. അത് വളർത്തുന്നത് മതപരമായിട്ടുള്ള വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുകയും ചെയ്തു. ഇസ്ലാമികമായി നമ്മുടെ ദിനചര്യകളിൽ ഏതൊരു നന്മ ചെയ്യണമെങ്കിലും നമ്മൾ പ്രത്യേകമായൊരു സമയം മാറ്റിവെക്കുകയോ അധ്വാനിക്കുകയൊക്കെ വേണം. എന്നാൽ അള്ളാഹു പുരുഷന്മാർക്ക് നൽകിയ എത്ര വലിയ അനുഗ്രഹമാണ്! ഈ താടി വെക്കുമ്പോൾ, നമ്മൾ ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഒക്കെ ശരിയായൊരു നിയ്യത്ത് നമുക്കുണ്ടെങ്കിൽ നമുക്കത് പ്രതിഫലം നേടിത്തരുന്ന വലിയൊരു പുണ്യകർമ്മമാണ്. അതേപോലെ തന്നെ ഈ ദിനചര്യ ജീവിതത്തിൽ പാലിക്കുവാൻ നമുക്ക് പ്രത്യേകമായ അധ്വാനമോ സാമ്പത്തികമായ ചിലവോ ഒന്നും ആവശ്യമില്ല. എന്നാൽ അള്ളാഹു നൽകിയ ഈ പ്രകൃതിയെ അതേ രൂപത്തിൽ നിലനിർത്താതിരിക്കുന്നതിനാണ് വലിയ പരിശ്രമങ്ങൾ ആവശ്യമുള്ളത്. പണ്ഡിതന്മാർ ഈ രംഗത്തുള്ള ഹദീസുകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് താടി വടിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിവസവും നമ്മൾ ആ ഹറാമ് ചെയ്യണമെങ്കിൽ കണ്ണാടിക്ക് മുമ്പിൽ സമയം കളയണം, കാശ് കൊടുക്കണം, ബ്ലേഡ് വാങ്ങണം, ക്രീം വാങ്ങണം. എന്നാൽ അള്ളാഹു നൽകിയ ഈ സുന്ദരമായിട്ടുള്ള സുന്നത്തിനെ മായ്ച്ചു കളയാനാണ് വലിയ പരിശ്രമങ്ങൾ ഇവിടെ മനുഷ്യന്മാർ നടത്തുന്നത്. നമ്മുടെ ഒരു സാമൂഹിക ക്രമത്തിൽ പലപ്പോഴും ഇസ്ലാമിൻ്റെ അടയാളങ്ങളെയും പ്രവാചകൻ്റെ ദിനചര്യകളെയും ഒക്കെ പലപ്പോഴും പലരും വിമർശിക്കുന്നതിൽ ഏറ്റവും വലിയ ഒന്നാണ് താടി വെക്കുക എന്നുള്ളത്. എന്നാൽ പലപ്പോഴും ഇവിടെ ആളുകൾ വിമർശിക്കുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതചര്യകളെയും അതേപോലെ തന്നെ പ്രവാചകൻ്റെ സുന്നത്തുകളെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തമായിട്ടുള്ള താക്കീത് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. സൂറത്തുൽ മാഇദയുടെ 54-ാമത്തെ വചനത്തിലൂടെ ആക്ഷേപകന്മാരുടെ ആക്ഷേപത്തെ ഭയപ്പെടാതെ ദീനിനെ സ്നേഹിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. വലാ യഖാഫൂന ലൗമത ലായിം എന്ന് യഥാർത്ഥ സത്യവിശ്വാസികളുടെ ഗുണമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമ്മളെ ഉദ്ദേശിച്ചാണോ എന്ന് നമ്മളൊരു ആത്മവിചാരണ നടത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എമ്പാടും സ്വഹീഹായ ഹദീസുകളാണ് ഈ വിഷയത്തിലുള്ളത്. ജുസ്ഉ ശവാരിബ വ അർഹുലിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മീശ ചെറുതാക്കുകയും താടികൾ വളർത്തുകയും ചെയ്യുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. പ്രവാചകൻ്റെ ചര്യ അതാണ്, സ്വഹാബത്തിൻ്റെ ചര്യ അതാണ്. ഈ രംഗത്തുള്ള ഹദീസുകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ഏകോപിച്ചു പറഞ്ഞിട്ടുണ്ട്, അജ്മഅൽ ഉലമാഉ അലാ അന്നൽ ഹൽഖൽ ലിഹിയത്തി മുഹറമുൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ ഈ പ്രകൃതി, അത് പുരുഷന്മാർക്ക് നൽകിയത് വടിച്ച് കളയുന്നത് ഹറാമാണ് എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ച് അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിമർശനങ്ങളെ ഭയപ്പെടാതെ ഈ പ്രവാചക ചര്യയെ നമ്മൾ മതത്തിൻ്റെ അടയാളമായി അള്ളാഹു നിശ്ചയിച്ച് ഇതിനെ സ്നേഹിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചര്യ നമ്മൾ മുഖത്തുണ്ടാകണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയൊരു പുണ്യമായിരിക്കും, വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അത് നമ്മുടെ പരലോകത്ത്, നമ്മുടെ ഹിസാബിൻ്റെ സമയത്ത്, നമ്മുടെ വിചാരണയുടെ വേളയിൽ നമുക്കത് നേടിത്തരിക എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകം മുഴുവൻ പ്രവാചകൻ്റെ ചര്യകളെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന, പ്രവാചകൻ്റെ സുന്നത്തുകളെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ജീവിപ്പിക്കുന്ന ആത്മാഭിമാനത്തോടു കൂടി ഞാൻ പ്രവാചകൻ്റെ ഒരു അനുയായിയാണ് എന്ന് ആർക്കും വലിയ എഴുന്നേറ്റ് നിന്ന് പറയുവാനും അത് പ്രകടിപ്പിക്കുവാനുമുള്ള ആർജവം നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.